നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു സാമിയ വെച്ചിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് എന്ത് സാധനമാണ് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഗായ്സ്, നമ്മളാണെങ്കിൽ വെർമസെലി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെർമസെലി നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മളെ വെർമസെലി. ഇതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ കുഞ്ഞായിട്ടൊന്ന് മുറിച്ചിടാം. ഗായ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇളക്കി ഇടുന്നത്. ഗായ്സ്, ഉണ്ണിക്കുട്ടനും അമ്മയും മാളുവും മണിക്കുട്ടിയും കൂടെ ഇരിക്കണുണ്ട്. അപ്പം ഇവനാണെങ്കിൽ അടങ്ങിയിരിക്കണില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കണം. അപ്പൊ ഇതില് പായസം ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. റവ ഉണ്ടാക്കാം. നമ്മള് വെർമസെലി ഇതുപോലെ തന്നെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ നീളം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ നമ്മള് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ മൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം, പാത്രമല്ല നമ്മൾ ഉരുളിയാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നല്ല നെയ്യ് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ വെർമസെലി പൊടിച്ച് വെച്ചേക്കുന്ന വെർമസെലി അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ വഴറ്റിയാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നമുക്കിപ്പോൾ ആ നെയ്യ് ആ വെർമസെലിയിൽ പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു തിളക്കം പോലെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ മാറ്റി ഒന്ന് വയ്ക്കണം. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഒരു പാത്രം വയ്ക്കണം. അത് മൂട് കട്ടിയുള്ളൊരു പാത്രമാണ് വയ്ക്കേണ്ടത്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇച്ചിരി ചവ്വരി അതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് കുറേ കഴിഞ്ഞ് മാത്രം ആ വെള്ളം വറ്റത്തുള്ളൂ. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കുറേ നേരം ഇങ്ങനെ കിടന്ന് തിളയ്ക്കും. ആ ഓരോ ബബിൾസും ഇങ്ങനെ നല്ലതുപോലെ വീർത്ത് വരണം. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ വെർമസെലി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴാണ് അതൊന്ന് പരുവമായിട്ട് വന്നത്. ഇതല്ല പരുവം. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എടുത്തെടുത്ത് നോക്കണം. ഇപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും അതൊന്ന് ഇളക്കി വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു വെർമസെലി വയറ്റി വെച്ച ആ ഉരുളിയിലോട്ട് നമ്മൾ ഇച്ചിരി വെള്ളം തിളപ്പിച്ചതിന് ശേഷം, നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നെയ്യിൽ വയറ്റിയെടുത്ത ആ ഒരു വെർമസെലി നമ്മൾ അതിലോട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ആ ഒരു വെർമസെലി നല്ലതുപോലെ വെന്ത് വരും. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ വച്ചിരുന്ന ചവ്വരി പരുവമായി വരുന്നുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വെർമസെലി നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. ഇതല്ലെങ്കിൽ മൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കുവാണ്. ഇതിൽ നമ്മൾ കാണാതെ പോയ ചില വെർമസെലിയൊക്കെ കരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഈ ഒരു രീതിയിലാണ് പായസം വയ്ക്കാറ്. ചിലരിങ്ങനെയല്ല, ചിലർ വേറെ പാല് വെച്ചാണ് ആ ഒരു വെർമസെലി തിളപ്പിക്കാറ്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ വയ്ക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ വെച്ചത്. അപ്പോഴത്തേക്കും നമ്മളുടെ ചവ്വരി ആണെങ്കിൽ നല്ല പാകപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചവ്വരി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഏലക്കയും കൂടെ മണത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പായസം ഉള്ളത് കൊണ്ട് നമ്മൾ അളവ് നോക്കാതെ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പായസത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഗൈസ്, അപ്പോൾ നമ്മളുടെ അമ്മ ആടി വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിലോട്ട് പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലാണെങ്കിൽ ഒന്ന് കുറുകി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പായസം ഒരുമാതിരി പതഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ അതിന് ശേഷം നമ്മൾ എടുക്കുന്നത്, മണിക്കുട്ടി അവിടെ ചുമ്മാ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് മുന്തിരിയും ഏലക്കയും അണ്ടിപ്പരിപ്പും കൂടെ മിക്സ് ആക്കി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേർതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ പാലൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. കുറേ സമയം കഴിഞ്ഞ് അങ്ങനെ തിളച്ച് വരുന്നത് കണ്ടു. അതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ആ ചൂട് പാനിലോട്ട് ആ ഒരു നെയ്യ് ഇങ്ങനെ മെൽറ്റായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മെൽറ്റായി ഒരു തുള്ളി പോലും ഇല്ലാത്ത ഒരു പരുവമാക്കി മാറ്റണം.
അപ്പോൾ നമ്മൾ വേർതിരിച്ചെടുത്ത കിസ്മിസ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ മാറ്റിയെടുക്കണം. ഇപ്പോഴും നോക്കിക്കോണം, മുന്തിരിയുടെ ഒരു നിറം മാറ്റി നിങ്ങളൊന്ന് നോക്കി നോക്കണം. അതിങ്ങനെ പന്ത് പോലെ ആവും. അപ്പോൾ ഞാനും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മയിട്ട് ചോദിച്ചത് എന്തിങ്ങനെയെന്ന് എനിക്കറിഞ്ഞു. നമ്മൾ ഇതിപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ അത് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴുള്ള മണം നിങ്ങളൊന്ന് സൂപ്പറാണ് ആ മണം. അപ്പോൾ കൊതി കൊണ്ട് എൻ്റെ അനിയത്തി ഒരു സ്പൂണെടുത്ത് കുടിക്കുന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയോണ്ട് തന്നെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ബൈ.